നമ്മൾ യൂണിക്കോൺ വണ്ടിയാണ് നമ്മുടെ ഷോപ്പിൽ വന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സോക്കറ്റ് മാറ്റാൻ വേണ്ടി അയച്ച സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. ഇതിൻ്റെ ചെയിൻ ലോക്ക് ഉണ്ടല്ലേ, ഈ ചെയിൻ ലോക്ക് ഇട്ടിരിക്കുന്നത് വെച്ചാൽ കണ്ടോ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇത് ഓപ്പണിംഗ് ആണ് ചെയിനിൻ്റെ. അപ്പോൾ ഈ സൈഡ് ഇവിടെയാണ് വരേണ്ടത്. ഇതിൻ്റെ കാര്യം വെച്ചാൽ ഈ ചെയിൻ കറങ്ങുന്ന സമയത്ത് ഈ രീതിയിലാണ് റൊട്ടേഷൻ ചെയ്യുക. ഇവർ എവിടെയെങ്കിലും ചെയിൻ കവറിൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ, ഈ ഭാഗം തട്ടിക്കഴിഞ്ഞാൽ ഈ ചെയിൻ ഇതുപോലെ അഴിഞ്ഞങ്ങ് പോകും. ഇങ്ങനെ അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ചെയിന് പൊട്ടിയ അവസ്ഥയായിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് ഈ ചെയിൻ സോക്കിൻ്റെ ലോക്ക് എപ്പോഴും തല തിരിച്ച് ഈ ഓപ്പണിംഗ് ഭാഗം ഇവിടെ വരുന്ന രീതിയിൽ ഇടാൻ പറയുന്നത്. ഈ രീതിയിലാണ് ചെയിൻ സോക്കറ്റ് ലോക്ക് ഇടാൻ. ഓക്കെ, ഈ ഒരു കണ്ടന്റ് കണ്ടപ്പോൾ ചുമ്മാ എടുത്താണ്. അതായത് ഈ ചെയിൻ കവറിൻ്റെ നമ്മൾ ഈ സോക്കറ്റ് വാങ്ങുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലും ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. വരുന്നത് വെച്ചാൽ ചെയിൻ വരുന്നത് ഈ ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. ഓക്കെ, ഈ ഡയറക്ഷനിൽ കറങ്ങുന്നത് ഏത് സൈഡിലേക്കാണ് കറങ്ങുന്നത് അതിന് ഓപ്പോസിറ്റ് സൈഡിലാണ് ലോക്ക് വേണ്ടത്. കണ്ടില്ലേ, ഈ ചെയിന് ഈ ഡയറക്ഷനിൽ കറങ്ങുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ലോക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഈ ചെയിന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ ചെയിൻ സോക്കറ്റ് വാങ്ങുമ്പോൾ ഈ ഓയിൽ പാർട്സ് അല്ലാത്ത കമ്പനികളുടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിന് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും.